തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ പരാജയപ്പെട്ട മുൻ MLA-യും AICC അംഗവുമായ EM അഗസ്തി നിയമസഭയിലേക്ക് മത്സരിക്കാൻ സാധ്യത. ഇടുക്കി സീറ്റ് കേരള കോൺഗ്രസിൽ നിന്ന് കോൺഗ്രസ് ഏറ്റെടുത്താൽ മത്സരത്തിനിറങ്ങാനാണ് അദ്ദേഹത്തിൻ്റെ ആലോചന. അതേസമയം മത്സരിക്കുന്ന കാര്യത്തിൽ തീരുമാനം എടുത്തിട്ടില്ലെന്നാണ് EM അഗസ്തി 24-നോട് പറഞ്ഞത്. അന്നത്തെ ഒരു വൈകാരികമായ തീരുമാനമായിരുന്നു. അപ്രകാരം ഒരു തെരഞ്ഞെടുപ്പ് പരാജയം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. പിന്നെ എനിക്ക് മനസ്സിലായി ആ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് തന്നെ തെറ്റായിപ്പോയി എന്നെനിക്ക് മനസ്സിലായി. ദാറ്റ് വാസ് എ ഗ്രേറ്റ് മിസ്റ്റേക്ക് ഫ്രം മൈ പാർട്ട്. പക്ഷേ അന്ന് തന്നെ ശ്രീ രമേശ് ചെന്നിത്തല ഫോണിൽ വിളിച്ച് തീരുമാനം മാറ്റണമെന്നും അപ്രകാരം ഒരു തീരുമാനം എടുക്കരുതെന്നും കൂടുതൽ സജീവമായ രംഗത്തുണ്ടാവണമെന്നും ദീർഘകാലത്തെ അനുഭവ സമ്പത്ത് പാർട്ടിക്കും വ്യക്തിപരമായി എനിക്കും പ്രയോജനപ്പെടുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. രാഷ്ട്രീയം വിടുന്നുവെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ജീവിതകാലം മുഴുവൻ കോൺഗ്രസ് ആയിരിക്കുമെന്നും കോൺഗ്രസിന് വേണ്ടി ഫൈറ്റ് ചെയ്യുമെന്നുമാണ് ഫേസ്ബുക്കിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ വേദിയിൽ വേണ്ട എന്നൊരു തീരുമാനം എനിക്ക് തോന്നുന്നു, സദസ്സിൽ മതി എന്നൊരു തോന്നൽ ഉണ്ടായിരുന്നു. അത് തിരുത്താനാണ് കോൺഗ്രസ് നേതൃത്വം എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. രാഹുൽ വിജയൻ വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് ചേരുന്നു. രാഹുൽ, EM അഗസ്തി മനസ്സുകൊണ്ട് പ്രിപ്പയർഡ് ആയിട്ടില്ലേ ഇലക്ഷൻ നിൽക്കാൻ? പറയൂ വിവരങ്ങൾ. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടുക്കിയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായത് EM അഗസ്തിയുടെ സ്ഥാനാർത്ഥിത്വം തന്നെയായിരുന്നു. കഴിഞ്ഞ 3 തവണ, അതായത് ഇടുക്കിയിൽ നിന്ന് 3 തവണ MLA ആയിട്ടുള്ള EM അഗസ്തി കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലേക്ക് മത്സരിക്കുന്നതായിരുന്നു. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ദയനീയമായി പരാജയപ്പെടുകയും ചെയ്തു. അതിന് പിന്നാലെ രാഷ്ട്രീയ പ്രവർത്തനം, പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ EM അഗസ്തി ഒരു പോസ്റ്റ് ഇടുകയും ചെയ്തിരുന്നു. പിന്നീട് അത്ര സജീവമായിരുന്നില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്തേക്ക് വീണ്ടും ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ട് EM അഗസ്തി തന്നെ രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. രമേശ് ചെന്നിത്തലയുടെ കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോയും ഉൾപ്പെടുത്തിക്കൊണ്ട് സജീവ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരുന്നു എന്നതായിരുന്നു അതിന്റെ ഉള്ളടക്കം. അതായത് രമേശ് ചെന്നിത്തലയുടെ നിർബന്ധപ്രകാരം താൻ വീണ്ടും സജീവമാകുകയാണ്, കൂടുതൽ സജീവമാകുകയാണ് എന്നുള്ളതാണ് അതിൽ പറയുകയും ചെയ്യുന്നത്. ഇതിൽ പ്രധാനമായും മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ഒരു സന്നദ്ധത അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇടുക്കി സീറ്റ് നിലവിൽ കേരള കോൺഗ്രസ് ജോസഫിന്റെ കയ്യിലിരിക്കുന്ന ഇടുക്കി സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കുകയാണെങ്കിൽ അവിടെ സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യതയും ആലോചനയുമാണ് നടത്തുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ സീറ്റിന് വേണ്ടി വലിയ തരത്തിലുള്ളൊരു പിടിവലി UDF-ൽ നടക്കുന്നുണ്ട്. കോൺഗ്രസ് ഇടുക്കി സീറ്റ് ഏറ്റെടുക്കണമെന്നുള്ള ആവശ്യം ശക്തമായി തന്നെ നടക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ EM അഗസ്തിക്കായിരിക്കും സ്ഥാനാർത്ഥി പട്ടികയിൽ പ്രഥമ പരിഗണന എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്കറിയാം, ഉടുമ്പൻചോലയിലും പീരുമേട്ടിലും MLA ആയിട്ടുള്ള ആളാണ് EM അഗസ്തി. AICC അംഗമാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉടുമ്പൻചോലയിൽ മത്സരിച്ച് MM മണിയോട് 38,000-ൽ പരം വോട്ടുകൾക്ക് പരാജയപ്പെട്ടതാണ്. അന്ന് MM മണിയോട് പരാജയപ്പെടുകയാണ് എങ്കിൽ തലമൊട്ടയടിക്കും എന്നതടക്കമുള്ള ബെറ്റ് വെച്ചിരുന്നു. അത്തരത്തിൽ തലമൊട്ടയടിക്കുകയും ചെയ്ത ആൾ കൂടിയാണ് EM അഗസ്തി. വീണ്ടും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. അദ്ദേഹം വലിയ ആത്മവിശ്വാസത്തിലാണ്. പക്ഷേ നമ്മൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് മത്സരിക്കാൻ തയ്യാറാണോ അല്ലെങ്കിൽ മത്സരിക്കുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് അദ്ദേഹം ഇല്ല എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ പറയുന്നത് അദ്ദേഹം മത്സരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇടുക്കി സീറ്റിലായിരിക്കും കൂടുതൽ പരിഗണന എന്നുള്ളതാണ് എടുത്തു പറയുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ ചർച്ചകൾ ഉണ്ടാകും. എന്തായാലും ഇടുക്കി സീറ്റ് ഏറ്റെടുക്കുന്ന കാര്യത്തിൽ UDF-നുള്ളിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടായിട്ടില്ല. മാത്രമല്ല, ഇടുക്കിയിൽ മറ്റ് കോൺഗ്രസ് മത്സരിക്കുന്ന മറ്റ് സീറ്റുകളിലെ സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ടും കൂടുതൽ വിശദാംശങ്ങൾ ഇനി പുറത്തേക്ക് വരാനും ഉണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.